ജേക്ക് സി തോമസ്, ഛത്തീസ്ഗഡിൽ ബി.ജെ.പിയുടെ നേതാക്കൾ അത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ പോയതും ജയിലിന് മുന്നിൽ നിന്നതും ഞങ്ങളാണ് ഇറക്കിയത്, കേസ് കൊടുത്തത് ഞങ്ങളാണെങ്കിൽ ഇറക്കാനും ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന മട്ടിൽ പ്രതികരിച്ചതുമൊക്കെ നാട് കണ്ടുപോയി. ഇല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമായിരുന്നു ഒരുപക്ഷെ ബി.ജെ.പിയുടെ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന കൃഷ്ണദാസ് എന്ന പ്രതിനിധി. ഒഡീഷയെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടേയില്ല. ശ്രീ ജേക്ക്, അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചർച്ചയിൽ വന്നിരിക്കുന്ന സമയം മുതൽ അങ്ങ് ആവർത്തിച്ച് ബി.ജെ.പി പ്രതിനിധിയോടും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പലവിധ അനുഭവങ്ങളെയും വസ്തുതകളെയും മുൻനിർത്തി പലവിധ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളും ചോദ്യങ്ങളും ഒന്നും ഈ നാട്ടിൽ സംഭവിച്ചതേ ഇല്ല എന്ന മനോഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. നമുക്ക് അത്ഭുതമില്ല. കാരണം എന്താണ്, അത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി.ജെ.പി പ്രതിനിധിയുടെ വ്യക്തിപരമായൊരു ന്യൂനത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യമായ എന്തെങ്കിലും ഒരു ശേഷിയില്ലായ്മ അങ്ങനെയായിട്ട് നമ്മൾ ആരും കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, അദ്ദേഹം വന്നിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷണമൊത്ത പ്രതിനിധി എന്ന നിലയിലാണ്. ഇന്ത്യൻ RSSൻ്റെ പ്രതിനിധിയായി, അതിപ്പോൾ കൈരളിയിലാവട്ടെ ലോകത്തെ ഏത് മാധ്യമങ്ങളിലുമാവട്ടെ, ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇത്തരം ഒരു വിഷയത്തെ തുടർന്നുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഈ ഉയർന്നു വന്ന വിഷയങ്ങളോട് വസ്തുതകളെ മുൻനിർത്തി സത്യസന്ധമായി അഭിമാനത്തോടുകൂടെ പ്രതികരിക്കാനുള്ള നിശ്ചയദാർഢ്യം, ധൈര്യം സംഘപരിവാർ പ്രതിനിധികളിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മാറി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറ്റമായിട്ടോ ശേഷിയില്ലായ്മയായിട്ടോ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇത്തരം പദ്ധതികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ആദരണീയരായ ക്രിസ്തുമത വിശ്വാസികളായ കന്യാസ്ത്രീകൾ വന്ദനയും പ്രിയതയ്ക്കുമുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച്, 19 വയസ്സുകാരനായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നാട് വലിയ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്തു. അത് ആശ്വാസികരമാണ്, തർക്കമേതുമില്ല, അത് ആശ്വാസികരമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്, ഇത്തരം ചർച്ചകൾ സംഭവിക്കുന്ന ഏതു ഘട്ടത്തിലും, ഈ ചർച്ചകൾ ഉണ്ടായി വന്നിട്ടില്ലാത്ത ഏത് ഘട്ടത്തിലും ഇന്ത്യയിലെ ഇടതുപക്ഷം വിശിഷ്യ CPIM തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കാര്യത്തിനകത്ത് ഇന്ത്യൻ സംഘപരിവാരം എന്ന ഇന്ത്യയിലെ ലക്ഷണമൊത്ത ഒന്നാമത്തെ തീവ്രവാദ സംഘം, അവരെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഞങ്ങളാരുമല്ല, ഗാന്ധി കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യയിലെ ലക്ഷണമൊത്ത ഒന്നാമത്തെ തീവ്രവാദ സംഘം എന്ന RSSനെ പരിമിതികളോട് കൂടെയെങ്കിലും വിശേഷിപ്പിച്ചത് ആദരണീയനായ നമ്മുടെ രാഷ്ട്രപതി KR നാരായണനാണ്, മലയാളിയായ KR നാരായണനാണ്. എന്തുകൊണ്ടാണ് അവരുടെ ഈ ഗൂഢപദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കാൻ കാരണം, ഇന്റേണൽ ത്രെറ്റ്സ് എന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വേദപുസ്തകമായി അവർ കരുതുന്ന പുസ്തകത്തിൽ അതിൻ്റെ രചയിതാവ് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞിരിക്കുന്നു, തങ്ങൾ ആഗ്രഹിക്കും വിധം ഇന്ത്യയെ ലക്ഷണമൊത്ത ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒപ്പം അതിൽ ലിഖിതമല്ലാത്ത അലിഖിതമായ ഒരു വസ്തുത എന്ന വണ്ണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരി ലങ്കേഷ് മുതൽ നരേന്ദ്ര ദബോൽക്കർ വരെ പേര് പരിശോധിച്ചാൽ പേരിലൂടെ വെളിവാക്കപ്പെടുന്നതാണ് മതവിശ്വാസത്തിൻ്റെ ഭ്രംശമെങ്കിൽ ആ മതവിശ്വാസം പരിശോധിച്ചാൽ ഹിന്ദു മതവിശ്വാസികളെന്ന് പൊതുവിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇക്കൂട്ടരെ പോലും യാതൊരു മടിയുമില്ലാതെ ഇന്ത്യൻ സംഘപരിവാരം കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങളുടെ മതരാഷ്ട്ര സംസ്ഥാപനമെന്ന വിശാല പദ്ധതിയുടെ ഭാഗമായിട്ട് തങ്ങൾക്ക് അനഭിമിതരായി ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെയൊക്കെ കൊന്നൊടുക്കി ആ നിരപരാധികളുടെ രക്തപങ്കിലമായ തെരുവുകളിലൂടെ അധികാരത്തിലേക്ക്, മതരാഷ്ട്രത്തിലേക്ക് ജൈത്രയാത്ര നടത്തുക എന്നുള്ളതാണ് ഈ തീവ്രവാദ സംഘത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് പേരുകൾ മാറിക്കൊണ്ടേയിരിക്കും. ദുർഗാ ജയിലും ഛത്തീസ്ഗഡും, കാന്തമാലും ഒറീസയും, മണിപ്പൂരും ചുരാചന്ദ്പൂരും, ഫത്തേപൂർ സിക്രിയും UPയും, മധുരയും നോർത്ത് ഡൽഹിയും, കോയമ്പത്തൂരും മഹാരാഷ്ട്രയും മലേഗാവും, ഇന്നിപ്പോൾ നമ്മൾ ഒത്തുചേരുന്ന ഈ സമയത്ത് അതൊരു പുതിയ പേരായ ഒഡീഷ, ഫാദർ ജിജോയും ഫാദർ ലിജോയും ഉൾപ്പെടെയുള്ള പുതുപേരുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, മറ്റൊന്നും മാറുന്നില്ല. ഈ പേരുകൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 2 ദിവസങ്ങൾക്ക് പുറകിൽ അത് ആദരണീയായ സിസ്റ്റർമാരായിട്ടുള്ള വന്ദനയും പ്രീതയുമായിരുന്നുവെങ്കിൽ, അല്പ ദിവസങ്ങൾക്ക് മാസാന്തരങ്ങൾക്ക് പുറകിൽ ബഹുമാനപ്പെട്ട വൈദികൻ ഇവിടെ സൂചിപ്പിച്ച ഫാദർ സ്റ്റാൻ സ്വാമിയായിരുന്നുവെങ്കിൽ, അതിനെത്രയോ വർഷാന്തരങ്ങൾക്ക് പുറകിൽ ഇതേ ഒഡീഷയുടെ സംസ്ഥാനങ്ങൾക്ക് സമീപത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും 4-7 വയസ്സുള്ള ഫിലിപ്പും തിമോത്തിയുമായിരുന്നുവെങ്കിൽ, അതിൻ്റെയും മാസാന്തരങ്ങൾക്കിപ്പുറേ നമ്മൾ ഒത്തുചേരുന്ന സമയത്തെ ഒരു തിരുവോണാഘോഷത്തിൻ്റെ നടുവിൽ അത് ഗൗരി ലങ്കേഷ് ആയിരുന്നുവെങ്കിൽ, അതിന് തൊട്ടു മുമ്പ് നരേന്ദ്ര ദബോൽക്കർ ആയിരുന്നുവെങ്കിൽ, കടാരക്കത്തിയും തോക്കിൻ്റെ മുനമ്പും ഒറ്റ സംഘത്തിൻ്റെതാണ്, അത് ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെതാണ്. സ്ഥലനാമങ്ങളും വ്യക്തികളും മാറിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇതിൻ്റെ വേരുകളിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ വേരുകളിൽ എപ്പോൾ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നോ അപ്പോൾ മാത്രമാണ് മാനായും മാരീചനായും
പാർലമെന്റ് ഇലക്ഷനിലും ഈസ്റ്ററിന്റെ സമയത്തും അരമനകളിലേക്ക് എന്റെയും നിങ്ങളെയും അകത്തളങ്ങളിലേക്ക് എം മുകുന്ദൻ സമീപത്തെഴുതിയ കഥയുടെ രൂപം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടു മുമ്പിൽ ഒരവസരം തക്കം പാർത്ത് ഈ സംഘം നമ്മളുടെ വീടിന്റെ തൊട്ടു മുമ്പിൽ കിടക്കുന്നുണ്ട്.